അതിരാവിലെ എഴുന്നേറ്റ് കെട്ടിയോനും കുട്ടികൾക്കും ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു ഓട്ടോ ഉണ്ട് ഓഫീസിലേക്ക്. ചെന്നെത്തുന്നത് വലിയൊരു ബഹളത്തിലേക്കായിരിക്കും. ബഹളം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ രാവിലെ ബാക്കി വെച്ച ജോലികളും കുട്ടികളുടെ പഠിത്തം, അവർക്കുള്ള ഭക്ഷണം, വീട് വൃത്തിയാക്കൽ എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ചൊരു കിടത്താണ്. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ റിപ്പീറ്റ് അടിച്ചും കൊണ്ടൊരു ജീവിതം. ഞാൻ പറഞ്ഞത് ശരാശരി ജോലിക്ക് പോകുന്ന മലയാളി വീട്ടമ്മമാരുടെ ഒരു ജീവിതമാണ് കേട്ടോ. വലിയ പരാതികളോ പരിഭവങ്ങളോ സങ്കടങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമുക്ക് വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും നമ്മൾ എപ്പോഴെങ്കിലും സമയം മാറ്റി വയ്ക്കണം. ഞാൻ എനിക്ക് വേണ്ടി, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു ചെറിയ സമയമാണ് ഉള്ളൊഴുക്ക് മൂവി കാണാൻ പോയത് കേട്ടോ. ഈ സിനിമയുടെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ എനിക്കുണ്ടായിരുന്നു എന്തായാലും ഒന്ന് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം സിനിമ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു നമുക്കൊന്ന് പോയാലോ. അപ്പോൾ പുള്ളിക്കാരനും എൻ്റെ കുട്ടികൾക്കും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ളതൊന്നുമില്ല, അവർ വരുന്നില്ല കാണാൻ, നീ വേണമെങ്കിൽ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും നോക്കിയില്ല. അവരുടെ ഇഷ്ടത്തിന് മാത്രം, അവരുടെ ചോയ്സ് അനുസരിച്ച് മാത്രമല്ലല്ലോ, ഇടയ്ക്കൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങളും വേണമല്ലോ. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം, എനിക്കൊന്ന് കണ്ടാസ്വദിക്കണം എന്ന് കരുതിയതുകൊണ്ട് മാത്രം ഞാൻ ഒറ്റയ്ക്കാണ് സിനിമ കാണാൻ പോയത്. സിനിമ ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. വൈകിട്ട് 6 മണിയുടെ ഷോയാണ്. ഷോയ്ക്ക് കയറി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു സിനിമയാണ്. പിന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ മാത്രം പോയി കാണുക. ഒരുപാട് ഫൈറ്റോ പാട്ടുകളോ തമാശകളോ ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. പക്ഷേ കണ്ടിരിക്കാം, നല്ല ഒരു സിനിമയാണ്. അപ്പം സിനിമയെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.